തൃശ്ശൂർ പോയപ്പം ഐസ്ക്രീം കഴിക്കാൻ ഭയങ്കര മോഹം. ആ ഒരു മോഹാണ് ഞങ്ങളത് ഇവിടെ എത്തിച്ചത്. ഇപ്രാവശ്യത്തെ പൂരം എക്സിബിഷൻ തുടങ്ങിയതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല. പിന്നെ അവിടുത്തെ ചേട്ടനോട് ചോദിച്ചപ്പോൾ 3-4 ദിവസമൊക്കെ ആയി തുടങ്ങിയിട്ടെന്ന് പറഞ്ഞു. എന്തായാലും ഇപ്രാവശ്യത്തെ കവാടം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നൊന്നും നോക്കിയില്ല, വേഗം പോയിട്ട് 2 ടിക്കറ്റും എടുത്തിട്ടുണ്ട്. അങ്ങനെ ടിക്കറ്റൊക്കെ അവിടുത്തെ ചേട്ടനെ കൊടുത്തിട്ട് നമ്മളിത് നേരെ ഉള്ളിലേക്ക് കയറി. അടിപൊളി. അങ്ങനെ ഫസ്റ്റത്തെ കട ഇതായിരുന്നു. ഇവിടെ നമുക്കൊന്നും ആവശ്യമില്ലാത്ത കാരണം അധികം നേരം നിന്നില്ല. രണ്ടാമത്തെ കടയിപ്പം ഞങ്ങൾക്ക് അവിടെ നിന്ന് പോവാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. എനിക്ക് ഈ കമ്മലിന്റെയും വളയുടെയൊക്കെ കട കാണുമ്പോൾ ഭയങ്കര ഇഷ്ടം. എനിക്ക് അവിടെ നിന്ന് പോവാനേ തോന്നി. ഇവിടെ ഇതേപോലെ ക്യൂട്ടായിട്ടുള്ള കമ്മലുകളും ഉണ്ടായിരുന്നേ. പിന്നെ ആ കടയുടെ ഉള്ളിൽ തന്നെ ടോയ്സിന്റെ സെക്ഷൻ ഉള്ള കാരണം പിള്ളേരും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഈ ഒരു കാറിന്റെ സെക്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അതൊക്കെ മേടിച്ച പേഴ്സ് കാലാന്നുള്ള കാരണം ചെറിയൊരു BMW മേടിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു. ഈ ഒരു ഹെലികോപ്റ്റർ നദയ്ക്ക് മേടിച്ചതാണ്. പിന്നെ ഇങ്ങനെ പോണ വഴിക്ക് സ്പൂണ്, ഗ്ലാസ്, പാത്രങ്ങള്, മരത്തിന്റെ സാധനങ്ങള്, ഭരണികള്, ചില്ലിന്റെ ഗ്ലാസ്സുകള്, ഡ്രസ്സുകള്, കുഞ്ഞുവാവകൾക്കുള്ള ഡ്രസ്സുകൾ, വലിയവാവകൾക്കുള്ള ഡ്രസ്സുകൾ, കുറേ കടകളുണ്ടായിരുന്നു. എല്ലാം കാണിച്ച ഈ വീഡിയോ ഇന്നൊന്നും തീരാൻ പോണില്ല. പിന്നെ മിഠായിക്ക് വേണ്ടി തന്നെ ഒരു വലിയൊരു കട ഉണ്ടായിരുന്നു. കണ്ടില്ലേ, ഇങ്ങനത്തെ മിഠായി, ചോക്ലേറ്റിന്റെ മിഠായി, പിന്നെ പണ്ടത്തെ ടൈപ്പ് കുറേ മിഠായികളും ഉണ്ടായിരുന്നു. വെറുതെ മനുഷ്യനെ കൊതിപ്പിക്കാനായിട്ട് പല്ലുട്ടി മിഠായി, നാരങ്ങ മിഠായി, ജെല്ലി മിഠായി, മാംഗോ ബൈറ്റ്, പിന്നെ ഈ ഒരു ജെല്ലി, പിന്നെ കോയിൻ മിഠായി, പിന്നെ ഈ ഒരു ഐസ്ക്രീമിന്റെ കോണൊക്കെ പോലത്തെ അങ്ങനെ ഒരുപാട് മിഠായികളുണ്ടായിരുന്നു. ഒന്നും മേടിച്ചില്ല. പിന്നെ ഡ്രസ്സിന്റെ കട എത്തിയപ്പോൾ വീണ്ടും എൻ്റെ മനസ്സ് അവിടെ തന്നെ പിടിച്ചു നിർത്തി. അതിനിടയിൽ മമ്മി നോക്കിയപ്പം മമ്മി ഒരു പാൻറ്റൊക്കെ മേടിച്ചു. കുഴപ്പമില്ല, നല്ലതായിരുന്നു. പിന്നെ ഒരു വേക്കം ക്ലീനറിന്റെ കട കണ്ടു. ഇത് ഒരുപാട് നാളായിട്ട് മേടിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നു. അങ്ങനെ പിന്നെ അതും മേടിച്ചു. പിന്നെ ഇങ്ങനെ പോണ വഴിക്ക് മമ്മീനെ കാണാനില്ല. നോക്കിയപ്പോൾ ആളവിടെ മസാജ് ചെയ്യാനിരിക്കണു. അപ്പം എൻ്റെ കയ്യിലും കുറച്ച് നേരമാക്കി. ഈ സാധനം വയറൊക്കെ കുറയുന്നാ പറയണേ. നോക്കാം. അങ്ങനെ അവസാനം നമ്മൾ എന്താണോ വാങ്ങാൻ വന്നേ അത് മേടിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഐസ്ക്രീം. എനിക്ക് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞപ്പോൾ പോപ്കോണിന്റെ കട കണ്ടു. അപ്പോൾ പിന്നെ അതും മേടിച്ചു. പിന്നെ ഇങ്ങനെ പോണ വഴിക്ക് ജീവനുള്ള കുറച്ച് മീനിനെ കണ്ടു. തുടങ്ങിയിട്ടുണ്ടായില്ല. അപ്പോൾ പിന്നെ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് കൊണ്ടുപോന്നു. പിന്നെ എല്ലാ കടകളൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല. കണ്ടില്ലേ, കളിക്കണതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അതൊക്കെ വെറുതെ ഒന്ന് കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും വിശപ്പിന്റെ വിളി നന്നായിട്ട് വന്നു. അപ്പോൾ പിന്നെ വേഗം തൃശ്ശൂർ പത്തൻസിലേക്ക് പോയി. മമ്മിയും നദിയും കൂടി ചോറ് പറഞ്ഞ കാരണം അവരുടെ വേഗം വന്നു. ഞാനും ജെനിയും മസാല ദോശ, നെയ്റോസ്റ്റൊക്കെ പറഞ്ഞാലും കുറേ നേരം എടുത്തു. അങ്ങനെ പിന്നെ അതും വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിപ്പായി. പക്ഷെ വന്നപ്പം എനിക്ക് സന്തോഷമായി. നല്ല വലിയൊരു മസാല ദോശയും കിട്ടി. അത് കഴിഞ്ഞപ്പോൾ ഒരു ബൂസ്റ്റും കുടിച്ചു. അത് കഴിഞ്ഞ് വീട്ടിലെത്തി ഫ്രഷായി നദയുടെ ഹെലികോപ്റ്ററൊക്കെ പറത്തി കളിച്ചു. അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക. അപ്പോൾ പിന്നെ കാണാം. ഹെലികോപ്റ്ററിൻ്റെ പണിയും തീർന്നു. സെറ്റ്.